പ്രത്യേകിച്ച് സിന്ധു കൃഷ്ണയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ മെൻഷൻ ചെയ്തതും കംപ്ലീറ്റ് അവരെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും എന്നെ മതി. അവർ നാട്ടിലേക്ക് ഈ തൻവി സുധീർ ഘോഷ് എന്ന് പറഞ്ഞാൽ ഈ സിന്ധു കൃഷ്ണയുടെ ചേച്ചിയുടെ മോള് സിസ്റ്ററുടെ മോളാണ്. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. നിന്റെ പരിപാടി തീർത്ത് തരാണ് ഞാൻ. ആണ് വിഷയം. അമ്മമ്മ ഒറ്റയ്ക്കായി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ അവർ പോസ്റ്റ് ചെയ്യുന്ന ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ വളരെ വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള കാനഡയിലുള്ള ഒരു ജോലി അവർക്ക് ഉപേക്ഷിച്ച് അവർക്ക് നാട്ടിലേക്ക് വരേണ്ട സിറ്റുവേഷൻ വരുന്നു. ഇനി അവർ അവരുടെ അമ്മമ്മയെ ഫോൺ ചെയ്യുന്ന സമയത്ത് ആ അമ്മമ്മ പറയുന്ന കാര്യങ്ങളാണ് കാരണം എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കായി. ഇവിടുത്തെ പണി പോയി. എന്നാലും എന്റെ അപ്പൂപ്പൻ പോയി, അന്ന് തൊട്ട് ഞാൻ ഒറ്റയ്ക്കായി. ആരും ഒരു ഫോൺ കോൾ പോലും ചെയ്യാനില്ല. അത് കാരണം ഇപ്പൊ എനിക്ക് ഇത്രയും BP കൂടി, അത്രയ്ക്ക് വയ്യാതെയാണ് മോനെ ഇരിക്കുന്നത്. എന്ത് മനുഷ്യനാണ് ഇയാള്? ഇവരുടെ മറ്റേ മോളായിട്ടുള്ള സിന്ധു കൃഷ്ണൻ ഭയങ്കരമായിട്ട് അമ്മയുടെ കാര്യം അച്ഛൻ്റെ കാര്യമൊക്കെ പറഞ്ഞു ഒലിപ്പിക്കുന്നവര് ഇവരെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. ആ സ്ത്രീ അത് നിന്റെ അമ്മ തന്നെയാണോടാ? ഫാമിലി സിന്ധുവും കുടുംബവും വെറും ഫേക്ക്. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? സിന്ധു ഫുൾ അഭിനയം ആണല്ലേ, അവർക്ക് തിരിച്ചു കൊടുക്കും ദൈവം. എന്റെ മോന്റെ പ്രവൃത്തികൾക്കെല്ലാം ദൈവം അറിഞ്ഞു കൊടുക്കും. മതി, എനിക്കത് മതി. എന്തൊരു പ്രഹസനമായിരുന്നു സിന്ധു കൃഷ്ണയും 4 സന്തതികളും കഷ്ടം. അത് ശരി. അപ്പൊ സിന്ധു അമ്മയും മക്കളും വെറും പ്രഹസനമാണല്ലേ. അവസാനം കാനഡയിൽ കിടക്കുന്ന തന്നി വരേണ്ടി വന്നു അമ്മമ്മയ്ക്ക് കൂട്ടിന്, അമ്മയുടെ കൂട്ടിന്. അനാഥാലയത്തിൽ കഞ്ഞിവീഴ്ച നടത്താം, അമ്പലത്തിൽ അന്നദാനം ചെയ്യാം, എന്നിട്ടും തീരാത്ത പാപങ്ങളുണ്ടെങ്കിൽ കെട്ടിയിരിപ്പുള്ള കാശക്കെടുത്ത് വെണ്ടൂരുത്തി പാലത്തിന്റെ മോളിൽ നിന്ന് കായലിലേക്ക് ഒഴുക്കാം.